ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നൗഫിക്ക് ഞങ്ങളും അവളുടെ കോളേജ് ഫ്രണ്ട്സും കൂടെ ചേർന്ന് കൊടുത്ത ഒരു സർപ്രൈസ് ബ്രൈഡൽ ഷവർ പാർട്ടിയായിരുന്നു. ഇത് നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിലാണ് സെറ്റ് ചെയ്തത്. ബിക്കോസ് നമ്മൾ ആരും ഏർണിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് യു ടു പ്ലാൻ എ ബ്രൈഡൽ ഷവർ ഓൾസോ. ബ്രൈഡൽ ഷവർ പ്ലാൻ ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടത് ഒരു തീമും പ്ലസ് ഒരു ലൊക്കേഷനുമാണ്. എനിക്ക് ലൊക്കേഷനിൽ വേറെ പൈസ ചിലവൊന്നും ഉണ്ടായിട്ടില്ല. ബിക്കോസ് എൻ്റെ വല്യമ്മയുടെ വീട് തന്നെയായിരുന്നു ലൊക്കേഷൻ. ആ വീട് അത്യാവശ്യം സീരിയലിനൊക്കെ ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന ഒരു വീടായതുകൊണ്ട് നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഒക്കെ തന്നെയായിരുന്നു. ആൻഡ് ബാക്കി അറേഞ്ച്മെൻറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഞങ്ങൾക്ക് ബലൂൺസും ബാക്കി ബ്രൈഡ് ടു ബി പ്രോപ്സും ഒക്കെ വാങ്ങാൻ അറൗണ്ട് ഒരു 1000 rupees ആയിട്ടുള്ളൂ. ബാക്കി കേക്ക് സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ ചാർട്ട് പേപ്പറും ഗ്ലിറ്റർ പേപ്പറും ഒക്കെ വെട്ടിയാണ് ചെയ്തത്. അതിൻ്റെയൊക്കെ മാസ്റ്റർ മൈൻഡ് എൻ്റെ ഫ്രണ്ട് ചാരുവാണ്. അവൾ ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് അവൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല ധാരണയുണ്ട്. ഇത് ARL പോയപ്പം തിരിച്ചു കൊടുക്കാത്ത 3D ഗ്ലാസ് ആണ്. അതിൽ വൈറ്റ്നർ ഇട്ടാണ് എഴുതിയത്. ഈ പോസ്റ്റർ സെറ്റ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് അശ്വിനാണ്. എന്നിട്ട് നമ്മളത് A4 സൈസ് 4 A4 സൈസിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് എൻ്റെ വിഷൻ ബോർഡിൽ ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇത് എവിടെയോ സാധനം കെട്ടി വെച്ചിരുന്ന ഒരു വള്ളി സംഘടിപ്പിച്ച് നമ്മൾ ബലൂൺസ് കെട്ടിവെച്ചതാണ്. ഇതും ചാരുവിൻ്റെ ഐഡിയ ആണ്. ഇതിനൊന്നും ക്രെഡിറ്റ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അർഹിക്കുന്നുമില്ല. ഓക്കെ, ഇത് നമ്മുടെ തന്നെയുള്ള ചെയർസിൻ്റെ കുഷനാണ്. നമുക്ക് ആ പിക്നിക് തീം ആയതുകൊണ്ട് തന്നെ ഒരു ബ്ലാങ്കറ്റ് പോലത്തെ സംഭവം സെറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ ഈ കുഷൻസും അറേഞ്ച് ചെയ്ത് അതൊരു വെറുതെ ഒരു എസ്തെറ്റിക് വൈബിന് വേണ്ടി ഇട്ടതാ. ഇതാ നമ്മുടെ ബലൂണാച്ച് റെഡിയായി അത് കെട്ടാൻ പോകുക. ഇതിൽ എൻ്റെ റോളെന്ന് പറഞ്ഞാൽ പണിയെടുക്കാത്തവരെ പണിയെടുപ്പിക്കുക, ക്യാഷ് കളക്ട് ചെയ്യുക, പിന്നെ ഐഡിയാസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ബാക്കി എല്ലാം എക്സിക്യൂട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും എന്നെ എല്ലാവരും ചേർന്ന് സഹായിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഭയങ്കര കോർഡിനേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ പാർട്ടി ഭയങ്കര ഹിറ്റായി. നല്ല രസമുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റി. പിന്നെ സ്നാക്സ് ഒക്കെ അറൗണ്ട് 800 rupees ജസ്റ്റ് ഈവനിങ് സ്നാക്സ് ആയിരുന്നു. ഈവനിങ് ടൈമാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റായിട്ടുള്ള സ്നാക്സ്. പിന്നെ ഫോട്ടോ എടുക്കാനും നമ്മൾ സെപ്പറേറ്റ് ഒരാളെ വിളിക്കുകയായിരുന്നു. അതെൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അവൻ DSLR ഒക്കെ കൊണ്ടാണ് വന്നത്. പക്ഷെ അതിൽ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ എടുക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങി. ഈ ഒരു 10 roses നമ്മുടെ കയ്യിൽ തന്നെ വയ്ക്കാൻ. അത് പെർ പീസ് എന്തോ 10 rupees അങ്ങാണ്ടേ ഉള്ളൂ. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണ് വാങ്ങിക്കൊണ്ട് പോയത്. പിന്നെ അവൾക്കൊരു ബൊക്കെ, അത് 350 rupees. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ കോസ്റ്റും ഇറ്റ്സ് അണ്ടർ 500 അല്ലെങ്കിൽ അണ്ടർ 1000. ഇതായിരുന്നു ഞങ്ങളുടെ ഫൈനൽ സെറ്റപ്പ്. ഇതിൽ ഈ സെറ്റ് ചെയ്തേക്കുന്ന പൂവ് തന്നെ എൻ്റെ ഫ്രണ്ട് ചാരു അവളെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ലിപ് ഗ്ലോസ് ഇട്ട് ടിൻറ്റ് ചെയ്തതാണ്. ഭയങ്കര രസമായിരുന്നു കാണാൻ. ഞങ്ങളുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്, നമ്മളൊരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നൗഫിക്ക് ഈ തീമിന് മാച്ച് ആവുന്നത്. അത് അവളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട് സൽമ. അവളെ കൊണ്ട് സെറ്റാക്കി ഇടിയിപ്പിച്ചിട്ട് അവളെ ഒന്നും അറിയിക്കാതെ ജസ്റ്റ് കാഷ്വലായിട്ട് വിളിച്ചുകൊണ്ട് വരണമെന്നുണ്ടായിരുന്നു. അവളുടെ കാഷ്വൽ കണ്ട് ഞങ്ങൾ ഞെട്ടി. കണ്ണിലൊക്കെ കെട്ടൊക്കെ ഇട്ട്. ആക്ച്വലി അത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. എന്നാലും വന്നപ്പോൾ ഒരു കാറ്ററാക്ട് സർജറി കഴിഞ്ഞ് ആള് വരുന്ന പോലെ ഉണ്ടായിരുന്നു. എന്തായാലും അവളുടെ റിയാക്ഷൻ നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ ഉടനെ തന്നെ കാണാം. ആള് പൊതുവേ ഭയങ്കര ഹൈപ്പറാണ്. അങ്ങനെയുള്ള അവൾക്ക് ഇനി ക്യൂരിയോസിറ്റിയും കൂടെ വന്നാൽ നമ്മളത് പിടിച്ചു നിർത്താൻ പെട്ട പാട് ഭയങ്കരമായിരുന്നു. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവൻ്റെ അടുത്ത് ഞാൻ 10,000 തവണ പറഞ്ഞതാണ് സർപ്രൈസ് പറയുമ്പോൾ പൊട്ടിക്കണം എന്ന്. എന്നിട്ട് കറക്റ്റ് സമയത്ത് അവൻ പൊട്ടിച്ചില്ല. എന്നിട്ട് നമ്മുടെ നൗഫി നമ്മുടെ സെറ്റപ്പൊക്കെ കണ്ട് ഒരു മിനിറ്റ് വാവ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. നമ്മുടെ ഞാൻ പറയാൻ മറന്നല്ലോ, കേക്കും കപ്പ് കേക്ക്സും കൂടി നമ്മൾ വാങ്ങിയായിരുന്നു.
നമ്മുടെ ആ പരിസരത്ത് തന്നെ ഉള്ള ചേച്ചിയുടെ അടുത്ത് നിന്നാണ് അറൗണ്ട് 1500 അവർ സെറ്റ് ചെയ്ത് തന്നു. അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ കലാപരിപാടികളിലേക്ക് കടന്നു. ഞാൻ അവൾക്ക് ബ്രൈറ്റ് ടു ബി റിബൺ ഇട്ട് കൊടുക്കുകയാണ്. ഇവരൊക്കെയാണ് നമ്മുടെ പരിപാടിക്ക് വന്ന് പരിപാടി കളറാക്കിയവർ. അയ്യോ, ഇതിൽ ഞാൻ സ്പെഷ്യൽ മെൻഷൻ ഇടാൻ മറന്നു. ഗാഥയസ് ഗോപൻ ഇല്ലാത്ത പരിപാടിയില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ദാ എന്നെ കൊണ്ട് കൂടുന്നില്ല എന്ന് കണ്ടപ്പം വീണ്ടും ചാരു ടു ദ റെസ്ക്യൂ. ചാരു ദ ആർട്ടിസ്റ്റ് അവൾ വന്ന് വീണ്ടും റിബണൊക്കെ ഇട്ട് കൊടുത്തു. നൗഫിക്ക് ആക്ച്വലി ഈ ബ്രൈഡൽ പ്രോപ്സ് ഒക്കെ വാങ്ങിച്ചാൽ വൻ വേസ്റ്റായി. അവളൊന്നും ഇട്ടതും ഇല്ല. അവൾക്ക് കട്ട നാണമായിരുന്നു. എന്തിനാണോ എന്തോ ഇങ്ങനെ നാണിക്കുന്നത്. പക്ഷെ അവൾക്ക് അതൊന്നും വെച്ച് പോസ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ പോയില്ല. പക്ഷേ അതിന് പ്രീ ബുക്ക് ചെയ്ത് വെച്ചു എൻ്റെ ഫ്രണ്ട് സൽമ. കറക്റ്റ് അറം പറ്റിയതുപോലെ ഈ ബ്രൈഡൽ ഷവർ കഴിഞ്ഞിറങ്ങി അവൾക്കൊരു കല്യാണാലോചനയും വന്നു. അവൾ ജാനുവരി 1, 2025 അവളുടെ കല്യാണവും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ബ്രൈഡിനെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോ പരിപാടിക്കൊക്കെ അവളെ പോസൊക്കെ പറഞ്ഞു കൊടുത്ത് ഫോട്ടോസൊക്കെ എടുപ്പിക്കുവാണ്. ഫോട്ടോസൊക്കെ വളരെ നന്നായിട്ട് എടുത്തു തന്നു. വിഷ്ണു ആണ് ഫോട്ടോഗ്രാഫി ചെയ്തത്. അത് നല്ലപോലെ എടുത്തു തന്നിട്ടുണ്ട്. നമ്മുടെ ടേബിളൊക്കെ ഭയങ്കര ഫ്രജൈലാട്ടോ. അതൊക്കെ പേപ്പറാ, എന്നാലും അത്യാവശ്യം നല്ലപോലെ ഇരുന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് ഒരിക്കലും ഫ്ലോപ്പ് ആവത്തില്ല. കാരണം ത്രൂ ഔട്ട് ദ ഇവൻറ്റ് ഒരു 1.5-2 മണിക്കൂർ അത് സെറ്റായിട്ട് അങ്ങനെ തന്നെ ഇരുന്നു. ഞങ്ങളുടെ സ്കൂളിംഗ് ടൈമിൽ ഏറ്റവും കൂടുതൽ സിഗ്മ കളിച്ച് നടന്നതും ഏറ്റവും കൂടുതൽ സിംഗിൾ ലൈഫ് ഇസ് ദ ബെസ്റ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആളും നൗഫിയാണ്. ഇവള് തന്നെ ഫസ്റ്റ് ടു ഗെറ്റ് മാരീഡ് ആയി. നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തവരെ വിശ്വസിക്കരുത്. ആൻഡ് ദാറ്റ്സ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഈ വീഡിയോ നോക്കുമ്പോൾ എന്തൊക്കെയോ മിക്സഡ് ഫീലിങ്സ് ആണ്. സന്തോഷവും വിഷമവും ഒക്കെ വരികയാണ്. കാരണം നമ്മൾ ഇനി ഒരുമിച്ച് ഇത്രയും ഹാപ്പി ആയിട്ട് ഇത്രയും റിലാക്സ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇനി എന്ന് പറ്റും എന്ന് പറയുന്നത് സ്റ്റിൽ റിമൈൻസ് ആസ് എ ക്വസ്റ്റ്യൻ. ഇനി നടക്കുമെന്ന് പോലും അറിയില്ല. കാരണം എല്ലാവരും അഡൽട്ട്ഹുഡിലേക്കായി, ജോബായി, ഫാമിലിയായി. ചിലർക്കൊക്കെ മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, പത്താ നഹി കിത്നെ ജൽദി ജൽദി ബഡേ ഹോ ഗേ ഹം. അതാണിപ്പോൾ ഓർമ്മ വരുന്നത്. അഡൽട്ട്ഹുഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു റിയാലിറ്റി ചെക്ക് തന്നെയാണല്ലേ. ഞാനിങ്ങനെ സെന്റ് ഇറക്കി നിൽക്കുകയാണ്. എന്നിട്ട് ഇത്രയും കാണിച്ചു വെച്ചിട്ട് അവള് പറഞ്ഞിട്ട് പോയ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഇതാ നോക്ക്. സ്നേഹിതരെ, കലാസ്നേഹികളെ, അങ്ങനെ നിറഞ്ഞത് ഞങ്ങളുടെ ഗ്യാങ്ങിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടിയിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രൈഡൽ ഷവർ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. See you in next video. Adios.